ഹലോ +2 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ 2 മാസത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് മിസ് തന്നെ അങ്ങോട്ട് പറയട്ടെ. യെസ്, +1 നിങ്ങൾ പഠിച്ച പോലെയുള്ള കാര്യങ്ങളല്ല +2ലേക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. +1 ഇരുന്ന പോലെ നമുക്ക് +2 ഉഴപ്പാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്, ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളും ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. യെസ്, അത് തന്നെയാണ് ബസ്സിന് മെയിനായിട്ട് പറയാനുള്ളത്. +1 നിങ്ങൾ പഠിച്ച പോലെ അല്ല +2ലേക്ക് നിങ്ങൾ എത്തുമ്പോൾ. ഓക്കെ, ഇപ്പം നമ്മൾ എക്കണോമിക്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് +1 എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റും ആയിരുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ +2ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ആണ്. +1 പഠിച്ചതായിട്ട് യാതൊരു ബന്ധം, ഒരു കണക്ഷനോ കാര്യങ്ങളോ ഇല്ലാത്ത കാര്യമാണ് നമ്മൾ +2ലേക്ക് പഠിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഓണം എക്സാമിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓണം എക്സാമിന് നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിനായിട്ടുള്ളത്. എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 10th നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നല്ല മാർക്സോട് കൂടി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്സ്, ഇപ്പോൾ ഫുൾ മാർക്സ് അല്ലെങ്കിൽ A+ എന്ന ലക്ഷ്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാണ്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറഞ്ഞു തരാനായിട്ടാണ്. ഓക്കെ, സ്ഥിരം എക്സാമിന് 3 മാർക്സിനല്ല 4 മാർക്സിന് സ്ഥിരം ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, അല്ലെങ്കിൽ ചോദിക്കും റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ടോപ്പിക് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ചോദിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ, കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ ആർക്കും ഉണ്ട് പ്രോബ്ലം, നമ്മുടെ ഇക്കോണമിക്കും ഉണ്ട് പ്രോബ്ലം അല്ലേ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, പഠിക്കാനായിട്ട് തോന്നുന്നില്ല, ഉഴപ്പാനാണ് തോന്നുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, പഠിച്ചൊക്കെ മറന്നു പോകും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അതുപോലെ ആർക്കും പ്രശ്നമുണ്ട്, നമ്മുടെ ഇക്കോണമിക്കും എന്തുണ്ട്, പ്രശ്നമുണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. നമ്മുടെ ഇക്കോണമി മെയിനായിട്ട് 3 പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഓക്കെ, യെസ്, 3 പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, കുറച്ച് റീസൺസ് ഉണ്ടാവുമല്ലോ. അതാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത്. യെസ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ പറയുകയാണ് മിസ്സേ പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്, നിങ്ങൾ ശരിക്കും പഠിച്ചില്ല, നിങ്ങൾ ശരിക്കും റിവൈസ് ചെയ്തില്ല. അതല്ല അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഈ ഒരു പ്രശ്നമല്ലേ, പഠിച്ചത് ഓർമ്മ നിൽക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നേരെ ചൊവ്വേ പഠിച്ചില്ല. ഓക്കെ, അതാണല്ലോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഇക്കോണമിയിൽ 3 പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ വരാനുള്ള റീസൺസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അമർ അക്ബർ അന്തോണി സിനിമ എടുക്കുക. ഓക്കെ, ഈ സിനിമയിൽ നമ്മുടെ ഇന്ദ്രജിത്ത് ആയാലും പൃഥ്വിരാജ് ആയാലും അതേപോലെ ജയസൂര്യ ആയാലും ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അവരുടെ മെയിൻ ആഗ്രഹമാണ്, അതിലെ മെയിൻ ആഗ്രഹമാണ് പട്ടായയിൽ പോവുക അല്ലേ. ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വോൺസ് ഉണ്ട്. യെസ്, അതാണ് നമ്മുടെ ഇക്കോണമിയിൽ പ്രശ്നം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. നമുക്ക് ഒരാഗ്രഹം കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം, അത് കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം, ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രശ്നം ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പട്ടായ പോകാൻ എന്ത് വേണം, പൈസ അല്ലേ. നമുക്കറിയാം ഇവർ മിഡിൽ ക്ലാസ് ഒരു ഫാമിലിയിലുള്ള ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. അപ്പം അവർക്ക് അവർ ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് അല്ലേ. മാസം ശമ്പളം കിട്ടുന്ന വെച്ചിട്ട് കറണ്ട് ബില്ല് അടിക്കുന്നു, വാട്ടർ ബില്ല് അടിക്കുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവർ പട്ടായയിൽ പോകുന്നത്. അപ്പോൾ പട്ടായ പോകാൻ നമുക്ക് എന്ത് വേണം, പൈസ വേണം. ഈ പൈസ എന്ന് പറയുന്നത് നമുക്ക് മരത്തെ കുലിക്കാൻ കിട്ടുമോ, ഇല്ല, കിട്ടത്തില്ല. അപ്പോൾ ഈ റിസോഴ്സ്, മണി എന്ന് പറയുന്നത് റിസോഴ്സാണ്. ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമ്മുടെ വോൺസ് അൺലിമിറ്റഡ് ആണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. വളരെ കുറച്ചേ നമ്മുടെ കൈവശം ഉള്ളൂ. ഓക്കെ, ആൻഡ് ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് പട്ടായ പോകാൻ എന്ത് വേണം, പൈസ വേണം. ഈ പൈസ കൊണ്ട് പട്ടായ മാത്രം പോകാൻ പറ്റത്തുള്ളൂ, അല്ല. പൈസ കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് അല്ലേ. വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കാം, വാട്ടർ ബില്ല് അടയ്ക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നാൽ അതിന് കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ റിസോഴ്സസ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, പല ഉപയോഗങ്ങളുണ്ട് ഈ റിസോഴ്സസ് കൊണ്ട്. അതാണ് മറ്റൊരു ഈ സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഈ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ പട്ടായയിൽ പോകാൻ വെച്ച കാശ് കൊണ്ടാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ആ പൈസയാണ് പട്ടായ പോലുള്ള പൈസയാണ് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തത്. അപ്പോൾ റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, അപ്പം നമ്മുടെ ഇക്കോണമിയിൽ ഈ പ്രോബ്ലംസ് വരാനുള്ള റീസൺ ആണ് നമ്മൾ നോക്കിയത്. ഹ്യൂമൻ വോൺസ് ആർ
അൺലിമിറ്റഡ്. എന്താണ്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും അതേപോലെ ജയസൂര്യക്കും പട്ടായ പോകാൻ ആഗ്രഹമുള്ളപ്പോൾ നമുക്ക് എന്താണ്, മനുഷ്യർക്ക് എന്താണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് തീരത്തേ ഇല്ല. പക്ഷെ എന്താണ്, കാസ്, പണം, ദുട്ട്, മണി അതെന്താണ്, ലിമിറ്റഡ് ആണ്, വളരെ കുറച്ചേ നമ്മുടെ കൈവശമുള്ളൂ. ആൻഡ് ഈ റിസോഴ്സസിന് എന്താണ്, റിസോഴ്സസ് അവൈലബിൾ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. പല ഉപയോഗങ്ങളും ഉണ്ട് ഈ റിസോഴ്സും ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കോ. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എന്താ, കുടിക്കാൻ മാത്രമാണ് അല്ല, നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കാം, പിന്നെന്താ പാത്രം കഴുകാൻ ഉപയോഗിക്കാം, അതേപോലെ നമുക്ക് എന്താ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് എന്ത്, നമ്മുടെ വാട്ടർ, വെള്ളത്തിന് അല്ലേ. യെസ്, അതാണ്. ആൻഡ് നോക്കിയേ, സ്കാസിറ്റി ഓഫ് റിസോഴ്സ് ഇസ് എ മെയിൻ റീസൺ ഫോർ ദി സെൻട്രൽ പ്രോബ്ലംസ്. നമ്മുടെ ഈ സെൻട്രൽ പ്രോബ്ലംസിൻ്റെ മെയിൻ പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്, സ്കാസിറ്റി ഓഫ് റിസോഴ്സസ്. അതായത് സ്കാസിറ്റി ഓഫ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് തന്നെയാണ്. എന്താണ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. അതാണ് സ്കാസിറ്റി എന്ന് പറയുന്നത് അല്ലേ. എന്താണ്, വളരെ നമുക്ക് എന്താണ്, ദൗർലഭ്യത, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കാസിറ്റി കൊണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം, എന്താണ്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങൾ സോഷ്യൽ സയൻസിലും കാര്യത്തിലൊക്കെ ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഓക്കെ, എന്താണ്, വാട്ട്, ഹൗ ആൻഡ് ഫോർ ഹും. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതാണ് നമ്മുടെ ഇക്കോണമി നേരിടുന്ന മെയിൻ 3 പ്രശ്നങ്ങൾ. 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളോടെ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നു. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക്, എല്ലാ അമ്മമാർക്കുള്ള പരിവേഷമാണല്ലേ, എന്തുണ്ടാക്കി കൊടുക്കും ഇവർക്ക് അല്ലേ, എന്തുണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ്, നമ്മുടെ ഇക്കോണമി നേരിടുന്ന ഫസ്റ്റ് പ്രശ്നം. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. ഇവർക്ക് എന്ത് കൊടുക്കും, ചപ്പാത്തി കൊടുക്കുമോ, അതോ ചോറ് കൊടുക്കുമോ, അതോ ബിരിയാണി കൊടുക്കുമോ, അതോ മന്തി കൊടുക്കണോ? ഇതൊക്കെ കൊടുക്കണമെങ്കിലും എന്താണ്, ഇവർക്ക് എത്ര അളവിൽ ഇവർക്ക് കൊടുക്കണം. ഒരാൾ എത്ര ചപ്പാത്തി കഴിക്കും, ഒരാൾ ചിലപ്പോൾ 5 എണ്ണം ആയിരിക്കും കഴിക്കുന്നത്, ഒരാൾ ചിലപ്പോൾ 3 എണ്ണം ആയിരിക്കും കഴിക്കുക. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ദെൻ വാട്ട് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി അടുത്ത പ്രശ്നമാണെന്ന് പറയുന്നത്, അമ്മ നോക്കുമ്പോൾ ആനയുടെ കിടക്കുന്ന ഗ്യാസ് തീർന്ന് കിടക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ LPG ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടി, അതുകൊണ്ട് എന്താ, ഗ്യാസ് തീർന്ന് കിടക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇനി ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം, ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. നമ്മൾ ഗ്യാസിൽ എന്താ, നമ്മൾ ഇൻഡക്ഷൻ കുക്കറി കുക്കി, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ എന്താന്ന് പറയുന്നത്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതിൻ്റെ ഫൈനൽ കൺസ്യൂമേഴ്സ്, ഇത് ഇവരൊക്കെ കഴിക്കുമോ എന്നുള്ളതാണ് അമ്മയുടെ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച്, അതായത് ഈ പുതിയ നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചു, അവരത് കഴിക്കുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. യെസ്, നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയുള്ള ഗുഡ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇക്കോണമി നേരിടുന്ന ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിൽ, 1000 യൂണിറ്റ്സ് വേണോ, 10,000 യൂണിറ്റ്സ് വേണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷനാണ് ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ ചപ്പാത്തി കൊടുക്കണോ, അതോ ബിരിയാണി കൊടുക്കണോ, അതോ ഇനി ചോറും കറിയും കൊടുക്കണോ, ഇങ്ങനെ ടെൻഷൻ അല്ലേ. ചപ്പാത്തി ആണെങ്കിൽ എത്ര അളവിൽ ഉണ്ടാക്കണം, ഒരാൾ 5 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഉണ്ടാക്കണ്ടേ. ഇനി ബിരിയാണി ആണെങ്കിൽ അവർ എത്ര പ്രാവശ്യം ബിരിയാണി മേടിച്ച് കഴിക്കും എന്നുള്ള ടെൻഷനാണ്. ചോറാണെങ്കിൽ ചോറിന് എത്ര കറി ഉണ്ടാക്കണം, ഇങ്ങനെ ഓരോ പ്രശ്നമാണ്. എന്താ, ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് എന്താണ്, വാട്ട് ടു പ്രൊഡ്യൂസ്. ആൻഡ് നെക്സ്റ്റ് വേണം എന്താ, ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മൾ എങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ്, നമ്മുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറും ഉണ്ട്, ഗ്യാസ് സ്റ്റവും ഉണ്ട്. ഗ്യാസ് സ്റ്റവ് തീർന്നു, അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യും. അത് തന്നെ ഇവിടെ എന്താണ്, ഓരോ ഇൻഡസ്ട്രീസും ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജി ചൂസ് ചെയ്യുന്നുള്ളതാണ് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് നമ്മുടെ ഇൻഡസ്ട്രീസിലുള്ളത്. എന്താണ്, ലേബർ ഇൻറ്റൻസീവും ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവും ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലേബറേഴ്സിനെ വെക്കും, തൊഴിലാളികളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലേബറേഴ്സിനെ വെക്കും. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻസ്, നമ്മൾ എന്താണ് മെഷീൻസ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഇക്കോണമി നേരിടുന്ന മെയിൻ പ്രശ്നം എന്നത്. നമ്മൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്ഷന് എന്താണ്, വലിയ ചിലവൊന്നും ഇല്ലാതെ എന്താണ്, നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്താൻ പറ്റുന്ന ആ ഒരു ടെക്നോളജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്താണ്, സെലക്ട് ദ ടെക്നോളജി വിത്ത് ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ചിലവൊന്നും അധികം വരാത്തൊരു ടൈപ്പ് ഓഫ് ടെക്നോളജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് അടുത്ത പ്രശ്നം എന്നാണ്, ഹൗ ടു പ്രൊഡ്യൂസ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്താ, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മുടെ
ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വിതരണമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണിത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് ഈ നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് അതിനെ വെച്ചിട്ട് വേണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ലാൻഡ്, ലേബർ, അതേപോലെ ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഈ 4 എണ്ണത്തിന് നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് നേരിടുന്ന പ്രശ്നം. ഓക്കെ, ലാൻഡ് നമുക്ക് വെറുതെ കിട്ടുമോ, ലേബർ നമുക്ക് വെറുതെ കിട്ടുമോ, ഇതൊക്കെ വെറുതെ കിട്ടുമോ, ഒന്നും വെറുതെ കിട്ടത്തില്ല. ലാൻഡ് വേണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, വാടക കൊടുക്കണം. ലേബറിനാണെങ്കിൽ എന്താണ് നമ്മൾ വേജസ്, വേതനം കൊടുക്കണം. ക്യാപിറ്റലിനാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് വൺ ഓർഗനൈസേഷൻ നമ്മൾ എന്താ പ്രോഫിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്താന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ നമ്മുടെ 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. 3 അല്ലെങ്കിൽ 4 മാർക്സിന് എക്സാമിന് സ്ഥിരം ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. സിമ്പിളായിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോസിനും കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം +2 നല്ല ടഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് ഹാൻഡ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ട്രിപ്പിൾ ഐ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗോദ ബാച്ച്. ഓക്കെ, അപ്പോൾ ഈ ഗോദ ബാച്ച് നിങ്ങൾക്ക് ഇന്ന്, അതായത് നമ്മുടെ ജൂൺ 10-ാം തീയതി വരെ ഫ്രീ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ബാച്ചിലൊക്കെ ഒന്ന് കയറി നോക്കി നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളത് പർച്ചേസ് ചെയ്താൽ മതിയാവും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ചാപ്റ്ററിൽ നിന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നോക്കിയതിന് ശേഷം മിസ് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ലൈവ് സെഷൻ വരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.